നമസ്കാരം. 24 റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ജലരാജാവായി വിയപുരം. കാലം ഒരിക്കലും ഒന്നിനും മറുപടി വരാൻ പോയിട്ടില്ല. അതിനുള്ള സത്യമായത്. എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ജലരാജാവായി വിയപുരം ചുണ്ടൻ. കഴിഞ്ഞ തവണ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കൈവിട്ട കപ്പ് തിരിച്ചുപിടിച്ച് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി. കഴിഞ്ഞ വർഷം മത്സരിച്ച വിയപുരം ചുണ്ടനിൽ നിന്ന് തന്നെ തുഴയെറിഞ്ഞ വിബിസിയുടെ കിരീടത്തിന് തിളക്കമേറെയാണ്. സെക്കൻഡിന്റെ വില ഏറ്റവും അധികം മനസ്സിലാക്കിയ ടീമാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി. 0.005 സെക്കൻഡിന് കഴിഞ്ഞ വർഷം കൈവിട്ട നെഹ്റു ട്രോഫി വ്യക്തമായ ലീഡിൽ സ്വന്തമാക്കാൻ ഇത്തവണ ടീമിനായി. 4 മിനിറ്റ് 21 സെക്കൻഡ് 0.84 മൈക്രോ സെക്കൻഡിൽ വിയപുരം വിജയത്തിലേക്ക് തുഴഞ്ഞു കയറി. ആയിരത്തി 1986-87 വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ടീം 1988 ശേഷം മത്സരരംഗത്തു നിന്ന് പിന്മാറുകയായിരുന്നു. 2022 വീണ്ടും തിരിച്ചെത്തി. രണ്ടാം വർഷം തന്നെ മിന്നും പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത്. അന്ന് നിർഭാഗ്യം തട്ടിക്കളഞ്ഞ കിരീടം ഇത്തവണ കൈനകരിയിലേക്ക്. കാലം ഒരിക്കലും ഒന്നിനും മറുപടി വരാൻ പോയിട്ടില്ല. അതിനുള്ള സത്യമായത്. സത്യം. 6ാം ഹീറ്റ്സിൽ മുന്നിലെത്തിയാണ് വിയപുരത്തിന്റെ ഫൈനൽ പ്രവേശം. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനുമാണ് വിയപുരത്തിനൊപ്പം ഫൈനലിൽ തുഴയെറിഞ്ഞത്. ആദ്യ ഹീറ്റ്സിൽ ഒന്നാമതെത്തിയെങ്കിലും കാരിച്ചാൽ ചുണ്ടൻ ഫൈനൽ കാണാതെ പുറത്താവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിൽ മാട്ടൂൽ സ്വദേശി അനൂപ് മാലിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനൂപിനെ കാഞ്ഞങ്ങാട് നിന്നാണ് പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെയാണ് കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനം നടന്നത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. നിലംപതിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് ആഷാമിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് കണ്ടെത്തി. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ, ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് വിശ്വസിപ്പിച്ചാണ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്ന വീട്ടുടമസ്ഥയുടെ പ്രതികരണം. അനൂപിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. അനൂപിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ, ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർക്കും അറിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ, ഇങ്ങനൊരു ബോംബും സ്ഫോടനവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ നടക്കുന്നു. അനൂപിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നത് കൊല്ലപ്പെട്ട ആശാമാണെന്നാണ് കണ്ടെത്തൽ. അനൂപ് മാലിക് ആർക്ക് വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. ഇതിനായി ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. അനൂപിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള 6 കേസുകൾ നിലവിലുണ്ട്. 24 കണ്ണൂർ. കണ്ണൂർ കണ്ണപുരത്ത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ. പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ടെന്ന് CPIM ആരോപിച്ചു. ആർക്ക് വേണ്ടി ബോംബ് നിർമ്മിച്ചുവെന്ന് കണ്ടുപിടിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു.
സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് CPIM ആരോപണം. സമാന സംഭവങ്ങളിൽ അനൂപ് പ്രതിയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണ് ഉള്ളത്, അല്ല പുറത്തെവിടെയെങ്കിലാണ് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. അനൂപ് മാലിക്കിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുപോലെയുള്ള ഒരു സ്ഫോടനം ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഫലപ്രദമായിട്ട് പോലീസ് നടത്തേണ്ടതുണ്ട് എല്ലാ അർത്ഥത്തിലും. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനമാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പ്രതികരിച്ചു. അനൂപ് എന്തിന് ബോംബ് നിർമ്മിച്ചെന്നും ആർക്ക് കൊടുത്തുവെന്ന് അന്വേഷിക്കണമെന്നും മാർട്ടിൻ ജോർജ്. ഈ അനൂപിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് കൃത്യമായി അദ്ദേഹം എന്തിനു നിർമ്മിക്കുന്നു, ഈ ബോംബ് നിർമ്മിച്ച അദ്ദേഹം എവിടെയാണ് ഇതിന്റെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ സ്ഫോടനത്തിന്റെ പേരിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ തള്ളി UDF കൺവീനർ അടൂർ പ്രകാശ് MP. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സമാന ആരോപണം നേരിടുന്നവർ ഇടതുപക്ഷത്തും ഉണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എന്നാൽ M. മുകേഷ് MLA കേസും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസും താരതമ്യം ചെയ്യാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങളെന്ന് അടൂർ പ്രകാശ് MP. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമെന്നും അടൂർ പ്രകാശ്. കഴമ്പില്ല എന്ന് പറയും, അത് തന്നെ പറയും. കാരണം ഇതുപോലെ ഒത്തിരി ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവും രാഹുലിനെ കൈവിടുന്നില്ല. LDF BJP നേതാക്കൾക്കെതിരെ കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും വരുമെന്ന് VD സതീശൻ. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയോട് പ്രകടനം നടത്തേണ്ടി വരുമെന്ന് ഇപ്പൊ ആ സാഹചര്യം ഉണ്ടായല്ലോ. ഒന്ന് പിന്നെ CPM സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. വരുമ്പോ കാണാം. M. മുകേഷ് MLAക്കെതിരായ ആരോപണം പ്രതിരോധിക്കുകയാണ് CPIM. ഞങ്ങൾക്ക് ഒരു കരുതിയിരിക്കേണ്ടിയും പ്രശ്നമില്ല. ഞങ്ങൾ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു ബോംബ് വന്ന് വീഴേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല. തെറ്റായ ഒരു നിലപാടിന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്നതല്ല, നിങ്ങൾ അത് കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പോലെ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഹാജരായില്ല. നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ വിശദീകരണം. അടൂരിലെ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നത്. ഇന്ന് രാവിലെ 10-ന് തിരുവനന്തപുരത്തെ ഓഫീസിലെത്താനായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇന്ന് രാഹുൽ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ മറ്റൊരു ദിവസത്തേക്ക് നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ആവശ്യം വന്നാൽ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട്. ഇന്നലെ അടൂരിലെത്തിയ അന്വേഷണ സംഘം രാഹുലുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപക പരിശോധനയാണ് നടത്തിയത്. KSU ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ ഫോൺ പിടിച്ചെടുത്തു. മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. അതേസമയം ലൈംഗിക ആരോപണങ്ങളിൽ പാർട്ടി നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് പോകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമം നല്ല ഉദ്ദേശത്തോടെയാകണമെന്ന് NSS. അയ്യപ്പ സംഗമ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് യോഗക്ഷേമ സഭയും രംഗത്തു വന്നു. പരിപാടിയിലേക്ക് BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തരെയും ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് NSSന്റെ പിന്തുണയുണ്ടെന്ന് വന്നതോടെ സംഭവിച്ച വിവാദങ്ങൾ കണക്കിലെടുത്താണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നിലപാട് വിശദീകരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നല്ല ഉദ്ദേശത്തോടെയാകണം. സംഗമ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയം പാടില്ല. സമിതി അയ്യപ്പ ഭക്തരെ മാത്രം ഉൾക്കൊള്ളുന്നതാകണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധ്യമാകൂവെന്ന് G. സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് BJP എതിരാണെങ്കിലും കേന്ദ്രമന്ത്രിമാരെയും BJP നേതാക്കളെയും സംഗമത്തിന് ക്ഷണിക്കും. സംഘടന എന്ന നിലയിലല്ല, അയ്യപ്പ ഭക്തരെന്ന നിലയിൽ വ്യക്തികളെയാണ് ക്ഷണിക്കുന്നതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ബ്രാഹ്മണരുടെ സംഘടനയായ യോഗക്ഷേമ സഭയും അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് രംഗത്ത് വന്നു. അതൊരു സാമ്പത്തിക വിഷയങ്ങളാണോ, നാടൻ ഭാഷയിൽ പറഞ്ഞ ഇലക്ഷൻ സ്റ്റാൻഡാണോ, ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? സംശയം തോന്നിപ്പോന്നിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സുതാര്യമായി നടത്തിയാൽ, അതല്ലേ ബോധ്യപ്പെടുത്തിയാൽ അങ്ങനെയാണ് അത് വേണ്ടതെന്നാണ് സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവും.
സർക്കാരിന്റെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് അയ്യപ്പ സംഗമത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വീണ്ടും ക്ഷണിക്കും. മുഖ്യ രക്ഷാധികാരിയായി നിശ്ചയിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് സെപ്റ്റംബർ 2-ന് നേരിട്ട് ക്ഷണിക്കാനാണ് തീരുമാനം. വിശ്വാസ സംഗമം എന്നതിനപ്പുറം രാഷ്ട്രീയമോ സാമ്പത്തികമായ താല്പര്യങ്ങളൊന്നും പരിപാടിക്ക് പിന്നിലില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. തൃശൂർ വാഴച്ചാൽ ആനക്കയത്ത് KSRTC ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരാന KSRTC ബസ് ആക്രമിച്ചു. ബസിന്റെ ബമ്പറിന് കേടുപാട് സംഭവിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം ഇവിടെ നിന്നും പോയത്? കാട് കയറിയിട്ടുണ്ടോ ഈ ആനക്കൂട്ടം? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? പ്രവിത, ഇന്ന് വൈകുന്നേരം 7:30 ഈ ആനക്കയത്ത് വെച്ച് കാട്ടാനക്കൂട്ടം KSRTC ബസ് തടയുന്നത്. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോവുകയായിരുന്നു ബസ്. ഈ ആനക്കയം എത്തുന്ന ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചു. ഇതോടുകൂടി ഈ ആനയെ ദൂരത്ത് നിന്ന് കണ്ട ഡ്രൈവർ ഈ ബസ് നിർത്തിയെങ്കിലും ഈ കുട്ടിയാന ഉൾപ്പെടുന്ന സംഘം ഈ KSRTC ബസ്സിലേക്ക് അരികിലേക്ക് എത്തുകയായിരുന്നു. അതിലൊരു ആനയാണ് ഈ KSRTC ബസ്സിന് നേരെ ആക്രമണം നടത്തിയത്. അത് ഈ ബമ്പറിലടക്കം ആന തുമ്പിക്കൈ കൊണ്ട് അമർത്തുകയൊക്കെ ചെയ്തു. ഏറെ നേരം ഒരു പരിഭ്രാന്തിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നീട് ആന അതിലൂടെ തന്നെ കടന്ന് പോകുന്നതും ആ ദൃശ്യത്തിൽ കാണാം. ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് ഈ ബസ് പിന്നീട് യാത്ര തുടർന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചാലക്കുടിയിലേക്കായിരുന്നു ഈ ബസ് യാത്ര തിരിച്ചിരുന്നത്. ഇപ്പോൾ ഈ ബസ് ചാലക്കുടിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ആനക്കൂട്ടം അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് യാത്ര ചെയ്യാനായത്. ഏറെ നേരം ഈ യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ബസ് ഈ കാടിനുള്ളിൽ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ഈ KSRTC ബസ്സുകളടക്കം ഈ ആനകൾ തടയുന്നതൊക്കെ പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ വനംവകുപ്പ് നിരീക്ഷണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ അവസാന യാത്രയായതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിക്കുകയും ഈ ബസ് തടയുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ. നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തിയത്. നാളെ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 7 വർഷങ്ങൾക്ക് ശേഷം ചൈന സന്ദർശിക്കുന്ന മോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ 2 റൗണ്ട് ഉഭയകക്ഷി ചർച്ചകൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കും. അമേരിക്കയുമായി താരിഫ് തർക്കം തീർക്കാൻ ഇന്ത്യ പ്രത്യേക ചർച്ച ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ചകളിൽ വിഷയം ഉയർന്നുവരുമെന്നത് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം വളരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞുരുകൽ തുടങ്ങിയിരുന്നു. ജപ്പാൻ സന്ദർശനത്തിനിടെ 16 പ്രവിശ്യകളിലെ ഗവർണർമാരും മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം അതിവേഗ ട്രെയിനിൽ സെൻഡായ് നഗരത്തിലേക്ക് നരേന്ദ്രമോദി യാത്ര ചെയ്തു. ജപ്പാൻ സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. 24 ഡൽഹി. ഡോക്ടർ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി. കേര പദ്ധതി ഫണ്ട് വകമാറ്റിയത് സംബന്ധിച്ച വിവാദത്തിന് പിന്നാലെയാണ് മാറ്റം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് താൽപര്യമെടുത്ത് പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ലക്ഷ്യം ബി അശോക് ആയിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയതിനാണ് ബി അശോകിന് കൃഷി വകുപ്പിൽ നിന്ന് നീക്കപ്പെട്ടത്. KTDFC CMD ആയാണ് ബി അശോകിന്റെ പുതിയ നിയമനം. ടിങ്കു ബിസ്വാളാണ് അശോകിന് പകരം കൃഷി വകുപ്പിൽ നിയമിതയായത്. ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ടിങ്കു ബിസ്വാൾ ചുമതലയേൽക്കുകയും ചെയ്തു. ഓണവിപണി കീഴടക്കി സെപ്ലൈകോ. 5 ദിവസം കൊണ്ട് ലഭിച്ചത് 73 കോടി രൂപയുടെ വിറ്റുവരവ്. ഓണത്തോടനുബന്ധിച്ചുള്ള ജില്ലാ ഫെയറുകളിൽ നിന്നും മാത്രമുള്ള വിറ്റുവരവ് 2 കോടിയിലധികം. ഈ മാസം ആകെ 42 ലക്ഷം ഉപഭോക്താക്കൾ സെപ്ലൈകോയെ ആശ്രയിച്ചു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 17 കോടി രൂപയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന വരുമാനം സപ്ലൈകോ സ്വന്തമാക്കി. ഇന്ന് 5 മണിവരെ 15.04 കോടി രൂപയുടെ വിൽപ്പന നടന്നു. ഓണം ഫെയർ ആരംഭിച്ച 25 മുതൽ 29 വരെ സപ്ലൈകോ നേടിയത് 73 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ്. ജില്ലാ ഫെയറുകളിൽ നിന്ന് മാത്രമുള്ള വിറ്റുവരവ് 2 കോടിയിലധികമാണ്. ഈ മാസത്തെ ആകെ വിൽപ്പന 280.08 കോടിയാണ്. സപ്ലൈകോ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും കാര്യമായ വർധനയുണ്ട്.
ഈ മാസം സപ്ലൈകോ സന്ദർശിച്ച ഉപഭോക്താക്കളുടെ എണ്ണം 43.47 ലക്ഷത്തിലെത്തി. സെപ്റ്റംബർ 4 വരെ സപ്ലൈകോ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. സപ്ലൈകോ വിൽപ്പനശാലകളും ഓണച്ചന്തകളും നാളെയും ഉത്രാട ദിനത്തിലും തുറന്നു പ്രവർത്തിക്കാനും തീരുമാനമായി. ഓണവിപണിയിലെ തിരക്കും ഉപഭോക്താക്കളുടെ സൗകര്യവും കണക്കിലെടുത്താണ് ക്രമീകരണം. നാളെ റേഷൻ കടകൾക്കും പ്രവൃത്തി ദിനമായിരിക്കും. ഓണം പ്രമാണിച്ചാണ് അവധി ദിനത്തിലും റേഷൻ കടകൾ തുറക്കുന്നത്. തിങ്കളാഴ്ച തുറക്കില്ല. ഈ മാസത്തെ റേഷൻ വിതരണം നാളെ അവസാനിക്കും. 24 കൊച്ചി. ശ്രീഗോകുലം ഗ്രൂപ്പിലെ സ്കൂളുകളുടെ കലോത്സവം നവരസ സീസൺ 3ക്ക് പ്രൗഢഗംഭീര സമാപനം. ഇന്നലെയും ഇന്നുമായി നടന്ന കലോത്സവത്തിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ കാലിക്കറ്റാണ് വിജയികൾ. സിനിമാ താരം ജയറാം വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അരൂർ MLA ദലീമ ജോജോ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുറവൂരിലെ ഗോകുലം ക്യാമ്പസിൽ ശ്രീഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളുമായി നടന്ന മത്സരത്തിലാണ് ഗോകുലം പബ്ലിക് സ്കൂൾ കാലിക്കറ്റ് വിജയകിരീടം ചൂടിയത്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ഉണ്ടാകണമെന്ന് ജയറാം. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, അത് ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ എത്രത്തോളം നമ്മൾ ഉയരങ്ങളിലെത്തിയാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ ഒന്നില്ലേ, അത് നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അരൂർ MLA ദലീമ ജോജോ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയുള്ള MLAയുടെ ഗാനവും സമാപന വേദിയെ സമ്പന്നമാക്കി. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ എല്ലാവരും വിജയികളാണെന്നും ഓരോ കുട്ടികൾക്കും അവർക്കിഷ്ടമുള്ളതിന് പ്രോത്സാഹനം നൽകണമെന്നും ഗോകുലം ഗോപാലൻ. അവരെ കഴിവിനനുസരിച്ച് വളർത്തുക എന്നതാണ്. അവരെ തേച്ച് മിനുക്കി അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പുറത്തെടുക്കണം. അവർക്ക് കഴിവുകളെ നോക്കി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാകണം. അതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ വെച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ മത്സരങ്ങളിലായി 600-ലധികം കുട്ടികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് വൈസ് ചെയർപേഴ്സൺ ലിജിഷ പ്രവീൺ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO ജോർജ് തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.